ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ നല്ലൊരു നാടൻ കറിയാണ് വെക്കുന്നത്. ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായും ചേർന്ന് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കക്കുരു നന്നാക്കി അതിൻ്റെ വേവിച്ചു. അതിനുശേഷം മുരിങ്ങക്കായ്, മാങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് തേങ്ങ എടുക്കണം. തേങ്ങ മൂത്ത് പോയതുകൊണ്ട് ചിരണ്ടാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാനതിനെ നന്നായിട്ട് കൊത്തിയെടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചക്കക്കുരു മാങ്ങ ഇപ്പം ചക്കയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അല്ലേ. ചക്ക 650 രൂപയൊക്കെയാണ്. ഇപ്പോൾ ഒരു അരപ്പകുതി ചക്ക പിടിക്കണമെങ്കിൽ തന്നെ 350 രൂപയോളാവും. ഇപ്പോൾ പ്ലാവൊന്നും ഒരു വീടുകളിലുമില്ല. എൻ്റെ വീട് മുളന്തത്തിലായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ചക്ക നേരത്തെയൊക്കെ കൊണ്ടുവരാറുണ്ട്. അതുപോലെ ചക്ക പുഴുക്ക് വയ്ക്കാം, ചക്ക ഉണ്ടെങ്കിൽ. അതുപോലെ ചക്ക അവിയൽ വയ്ക്കാറുണ്ട്. അതുപോലെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഏറെയാണ്. ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും വയ്ക്കാറുണ്ട്. അതുപോലെ ചക്ക നമ്മൾ പുഴുക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ബീഫ് ഒലത്തിയത് അല്ലേ, നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഉണ്ടാക്കിയാൽ നമ്മുടെ വിശപ്പ് മാറും. അതുപോലെ തന്നെ നല്ല സന്തുഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം ഇതിലേക്കായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ വിട്ടുപോകുന്നു, ഉണക്ക് കാലമായതുകൊണ്ട് ഇപ്പം തേങ്ങ നമുക്ക് ചിരണ്ടി എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് ബേസ്. അതുകൊണ്ട് ഞാനത് കൊത്തിയെടുക്കുകയാണ്. തേങ്ങയും കഷ്ണമൊന്ന് വേവട്ടെ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പം പാകത്തിനുള്ള മാങ്ങ, പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മതി. പുളി കുറവാണെങ്കിൽ നമുക്ക് 2 എണ്ണം ഉപയോഗിക്കാം. അപ്പം പിന്നെ മാങ്ങയും പരിപ്പും ചക്കക്കുരുവും കൂടെ വയ്ക്കാൻ നല്ല കറിയാണ്. അതുപോലെ തന്നെ മുരിങ്ങക്കായും പരിപ്പും കൂടെ വയ്ക്കാം. അതുപോലെ ചക്കക്കുരു ചീരയിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ നമുക്ക് വളരെ സമ്പുഷ്ടമാണ്. ഇതിലുള്ള ഗുണങ്ങൾ ഏറെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ ചക്കക്കുരു തന്നെ ഒലത്തും. എങ്ങനെയാണെന്ന് വെച്ചാൽ ചക്കക്കുരു കുരുകുര കീറി എടുത്തിട്ട് നന്നായിട്ട് കുരുമുളക് ചേർക്കണം. കുരുമുളക് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വയറിന് നമുക്ക് നല്ല ഇത് കിട്ടും. അപ്പം അങ്ങനെയും നമുക്ക് കറി വയ്ക്കാം. അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങ തന്നെയും വയ്ക്കാം. പക്ഷെ മുരിങ്ങക്കായ ഇട്ടാലേ അത് തിളച്ച് വരുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നല്ല രസമാണ്. അപ്പം ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ തേങ്ങ എടുത്തു. തേങ്ങ നന്നായിട്ട് ഇതായതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഉപയോഗിക്കാം. തേങ്ങ ഇപ്പോൾ ചിരണ്ടി എടുക്കാൻ കങ്ങിപ്പോകുന്ന തേങ്ങയാണെങ്കിൽ, അല്ലെങ്കിൽ വല്ലാതെ മൂത്ത് പോയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ മതി. ഒന്നുമില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇതെല്ലാം ഓരോ അറിവിൻ്റെ നുറുങ്ങുകളാണ് കേട്ടോ. എന്നിട്ട് ഈ തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിക്കാം. മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ അത് ചിരണ്ടിയതുപോലെ വരും. അതിനുശേഷം ഇത്തിരി ജീരകവും ഈ തേങ്ങയും കൂടെ അങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചിട്ട് ഈ കഷ്ണം വെന്ത് വരുമ്പോഴും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വാങ്ങി കഴിയുമ്പോൾ കടുകും മുളക് കരിവേപ്പിലയും കൂടെ കൂടി പൊട്ടിക്കണം വെളിച്ചെണ്ണയിൽ. എന്നിട്ട് ആ കറി നമ്മൾ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഈ കറി നാളെ ഇരുന്നാലും ചീത്തയാവുകയില്ല. അതുപോലെ തന്നെ ചക്കക്കുരും ചെമ്മീനും കൂടെ കറി വെച്ചിട്ടുണ്ടോ, അതും നല്ലതാണ്. അതുപോലെ ചീരയും ചക്കക്കുരുവും മാങ്ങയും കൂടെ നമ്മൾ അരച്ചു കൂട്ടി വയ്ക്കും. അത് നല്ല ടേസ്റ്റുള്ള മറ്റൊരു കറിയാണ്. അപ്പം ഇപ്പോൾ ഈ ചക്ക മാങ്ങ സീസണായി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ വയ്ക്കാനായിട്ട് പല പല രീതിയിൽ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. ഏത് രീതിയിൽ വെച്ചാലും ഒന്നിനൊന്ന് ടേസ്റ്റാണ്. കാരണം അപ്പോൾ ഇതൊന്നും സാധാരണ എല്ലാ വീടുകളിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വീടുകളിലും തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ആരും തരികയുമില്ല. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇതുപോലെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് തേങ്ങ. ആ തേങ്ങ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു ശകലം ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം നമുക്ക് നല്ലതാണ്. ഇപ്പോൾ മോരുകറി ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ തേങ്ങ അരച്ചുള്ള കറിക്ക് ഒരല്പം ജീരകം ചേർക്കുന്നത് നല്ലതാണ്.
ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ജീരകം ചേർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയില്ലേ. കുരുകുരു അരിഞ്ഞ തേങ്ങ നമുക്കൊന്നിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ അരച്ച തേങ്ങ ഇത് കണ്ടോ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ഇടുകയാണ്. നന്നായിട്ട് തിളച്ചതിന് ശേഷമേ ഉപ്പ് ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിന് വേവ് കിട്ടുകയില്ല. നന്നായിട്ട് വേവാൻ ഇപ്പോൾ ഉപ്പ് ആദ്യം ചേർത്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കഷ്ണത്തിന് നല്ല വേവുള്ള കഷ്ണമാണെങ്കിൽ അത് വേവാനായിട്ട് താമസം വരും. ഇപ്പോൾ കപ്പ വിടുവാണെങ്കിലും കപ്പ തിളച്ചതിന് ശേഷം ഉപ്പിടുക. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ നമ്മൾ കറിക്ക് അടുപ്പിട്ട് വയ്ക്കുകയാണെങ്കിൽ ആ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പിടാവുള്ളൂ. ഇപ്പോൾ മീനാണെങ്കിൽ പോലും നമ്മൾ തിളച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ മാങ്ങയും മുരിങ്ങക്കായും ചക്കക്കുരു വെന്ത് വരുന്നുണ്ട്. അതിൻ്റെ കൊടുക്കുന്ന നമ്മൾ ഈ അരപ്പ് ചേർത്ത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചക്കക്കുരു മുരിങ്ങക്കായ വയ്ക്കുന്നത് അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം. എനിക്ക് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയതാണ് ചക്കക്കുരു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ചക്കക്കുരു ഇതും അടുപ്പയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് അത് തിളക്കട്ടെ. തിളച്ച് പൊതി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുന്നതിനായിട്ട് ഞാൻ ഇതാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇപ്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ അതുപോലെ തന്നെ കറിവേപ്പില ഏത് കറിക്ക് കറിവേപ്പില നല്ലത്. നല്ല നാടൻ കറിവേപ്പിലയാണ്. വെളിച്ചെണ്ണ ഇത്തിരി കുറവാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ വയ്ക്കുകയാണ്. അതുപോലെ 2 ഉണക്കമുളക്. ഈ ഉണക്കമുളക് നമ്മൾ ഏത് കറിക്ക് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. കടുകും മുളകും കരിവേപ്പിലയും പൊട്ടുമ്പോൾ നമ്മുടെ കറികളൊക്കെ നന്നായിട്ട് വേവട്ടെ. അരപ്പും ഇതെല്ലാം ചേർന്ന് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇങ്ങനത്തെ നാടൻ കറികൾ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നാടൻ സാധനങ്ങൾ വെച്ചിട്ട് ഇനി നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കറിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കറികളെക്കാളും ഒക്കെ
ടേസ്റ്റാണ് ഈ കറി കൂട്ടി ചോറുണ്ണാൻ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ഒരുപാട് ചോറുണ്ണാൻ തോന്നും. ഇത് ആ ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കായും കൂടെ ആ തിളച്ച് വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് തന്നെ മതി നമുക്ക്. നല്ല രസമാണ്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി ഇനി നമുക്കത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് എങ്ങനെയുണ്ടോ, ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയതാണ് കേസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് ഇതാണ്. ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ ഉണ്ടോ, ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ കറി അങ്ങനെ അടുപ്പയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ കറി എൻ്റെ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ. ഇപ്പോൾ സീസണാണ്. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ എല്ലാവർക്കും കിട്ടിത്തരുന്നു. അപ്പോൾ നല്ല കറിയൊക്കെ ഉണ്ടാക്കണം. ഇനിയും മറ്റൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.